സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ. ഞാൻ ഇപ്പോൾ രാവിലെ നല്ല വെയിലുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇളം മനസ്സാവുന്നുള്ളത്. അപ്പോൾ ഇപ്പം മനസ്സുകൊണ്ടൊന്നും നടക്കാനൊന്നും ആർക്കും വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ അപ്പുറത്ത് പഞ്ഞിമുട്ടായി പോകുന്നുണ്ട്. പഞ്ഞിമുട്ടായിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു തുള്ളി തുപ്പൽ നനഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങോട്ട് അലിഞ്ഞു പോകും. പക്ഷേ അത് വേറൊരു കാര്യം കേട്ടോ, അത് ഇവരുടെ ഈ വായയിൽ വെച്ചിട്ട് ഊതി വീർപ്പിക്കുകയാണ്. ശരിക്കും അതൊരു മെഷീൻ ഉണ്ടായിന്. അതൊരു പ്രത്യേകതരം വായു അല്ല, ഓക്സിജനാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ വായയിലുള്ള ഇതുകൊണ്ട് അവർ ഊതി നിറക്കി അയക്കുക. അത് നല്ലൊരു ശരിയായ പരിപാടിയല്ല. ശരിക്കും അവരേത് ഈ മണിയുണ്ട് കിണി അടിക്കുന്നത്, അതാണ് ശരിക്ക് അവരെ ഒരു ടാർഗറ്റ്. അപ്പോൾ രാവിലെ എല്ലാവർക്കും തിരക്കുള്ള സമയമാണ്. ഓഫീസിൽ പോകണം, സ്കൂൾ പിന്നെ പൂട്ടിക്കല്ലേ. പണിക്ക് പോകേണ്ടവരുണ്ട്, പണിക്ക് പോവാത്തവരുണ്ട്, പണിക്ക് പോയി മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പിന്നെ ഒരുപാട് കാമുകീനെ കാണാൻ പോകുന്നവരുണ്ട്, കാമുകീനെ കണ്ടിട്ട് വരാൻ കഴിയാത്തവരുണ്ട്, ഒരുപാട് ഉണ്ട്. അത് ഈ റോട്ടുകളെ പലതും നമുക്ക് കാണാൻ കഴിയും. ഞാൻ അങ്ങനെയൊക്കെ കാണുന്ന ഒരാളാട്ടോ. ചിലർ ആവശ്യങ്ങൾക്ക്, എല്ലാവർക്കും ആവശ്യത്തിനല്ലേ നമ്മൾ ടൗണിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ഓരോ സംഭവങ്ങൾ. രാവിലെ എതിർവശത്ത് നിന്ന് നേരെ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ കഴിയുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. എൻ്റെ വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് പോകുന്നുണ്ടറിയോ? ഇപ്പോൾ ഞാൻ കിലോമീറ്റർ നോക്കുമ്പോൾ 30ആണ്. അപ്പോൾ ഏകദേശം ഒരു 6 മീറ്ററാണ് ഒരു മണിക്കൂറിൽ പോണത്. അതിപ്പോൾ ഞാൻ എൻ്റെ ചിലപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഞാൻ പറഞ്ഞിട്ടെ, ദേഷ്യം വരുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളടുത്ത് ആർക്കെങ്കിലും ഇഷ്ടം കൂടുമ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കൂടുതൽ കൊടുക്കും. പക്ഷെ കൂടുതലും കൊടുക്കുന്നത് നമുക്ക് ദേഷ്യം വരുമ്പോൾ, വാശിയും കൊണ്ട് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ അതെന്തായാലും വേണ്ട. കാരണം വാശി നാശമാണ്. ഇത് അധികം പുതിയ വീട് കുടിയിരിക്കണതിനൊക്കെ കൊണ്ടുപോകുന്ന സംഭവമാണ്. കാശുള്ളവർക്കേ പറ്റുള്ളൂ. കാശുള്ളവരെന്ന് ഇങ്ങനെ നോക്കി ഇന്ന് കാണാൻ പറയാം. അപ്പോൾ ഞാൻ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് ഒരു സംഭവം പറയണ്ടായി. അതായത് നമുക്ക് ഇതേമാതിരി റോഡ് സൈഡിൽ കിട്ടിയ ഗ്യാപ്പിനനുസരിച്ചിട്ട് ഇതേമാതിരി ഓരോ ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, തണൽ കിട്ടുന്ന മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ഉപകാരമെന്നറിയോ അത്. പക്ഷെ അതൊന്നും ഇപ്പോൾ അംഗീകരിക്കുന്ന കാര്യമല്ല. കാരണം പണ്ടൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ നല്ല മരങ്ങളുണ്ടായിരുന്നു. ഒരു നഗരം എങ്ങനെയാണ് ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളത് നഗരത്തിൻ്റെ പിതാവിന് അറിയേണ്ട കാര്യമാണത്. അപ്പോൾ നഗരപിതാവാണ് ശരിക്ക് നമ്മുടെ നഗരങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് മുൻകാലത്തേക്ക്. കാരണം നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ അലിഞ്ഞലിഞ്ഞ് പോവാണ്. നമുക്കൊന്ന് ഇനി ഒരു ഓർമ്മകൾ മാത്രമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, കിട്ടിയ ഗ്യാപ്പിന് ഓരോ മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വലിയൊരു സന്തോഷമാവും. അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് വരും നഗരത്തിലേക്ക് വരുമ്പോൾ. അങ്ങനെ നഗരം ഇപ്പോൾ ചുട്ടുപടുത്തിരിക്കല്ലേ. അപ്പോൾ കുറച്ച് മരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ കാണാനൊരു ചന്തം ഉണ്ടാവും. വെയിലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ ചാടുന്നെപ്പോഴാണ് നോക്കി നടക്കണം. അല്ലെങ്കിൽ എന്താ അറിയോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് അവർക്ക് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അതൊന്നും
പിന്നെ ഒന്നാമത്തെ എന്താ അറിയോ, മണ്ണാർക്കാട് കുന്തിപ്പുഴ തൊട്ടിട്ട് നെല്ലിപ്പുഴ വരെ നല്ലൊരു ഹോട്ടലില്ല, നല്ലൊരു ഭക്ഷണശാല ഇല്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും അവിടെ വെച്ചുണ്ടാക്കി തരിക. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. വീട്ടിലായാലും ശരി, ഹോട്ടലിലായാലും ശരി, എവിടെയായാലും എങ്ങനെയെങ്കിലും അവിടെ വെക്കുക. വേണമെങ്കിൽ കഴിച്ചാൽ മതി, വേണമെങ്കിൽ ജീവിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ ശരിയാവുക?